ഹായ് ഗായ്സ്. അപ്പം ഡേ 3 അറ്റ് ഹൈദരാബാദ്. ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ പോയത് ഒരു കാർ മ്യൂസിയം കാണാനാണ്. ദിസ് ഇസ് സുധ കാർ മ്യൂസിയം. ഇവിടെ ഒരു മനുഷ്യൻ കുറേ മോഡൽസിൽ കാർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓൾ ദ തിങ്സ് ദറ്റ് യു ആർ സീയിങ് ഇൻ ദ വീഡിയോ ഇസ് കാർ. കണ്ടോ, ദിസ് എ ലിപ്സ്റ്റിക് കാർ, ഷൂ കാർ, പിന്നെ സോഫ കാർ, അങ്ങനെ പല പല മോഡൽസിലും. ഈ ഇരിക്കുന്ന ക്രിസ്മസ് ട്രീ കണ്ടോ, ഇതും ഒരു കാറാണ്. ഈ ചെസ് ബോർഡും ഹെൽമെറ്റും ബോൾ, അങ്ങനെ കുറേ അധികം ഡിഫറെൻറ്റ് ഷേപ്സിൽ ആൾ കാറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ദ തിങ് ഈസ്, ഈ ഓരോ കാഴ്സും എൻജിനുള്ള പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക്, പെട്രോൾ ഒരു ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡിലൂടെ ഓടിക്കാൻ പറ്റുന്ന കാഴ്സാണ്. ഇതൊക്കെ എടുത്തിട്ട് ഇവർ ഇയർലി വൺസൊക്കെ ഒരു റോഡ് ഷോ പോലെ നടത്താറുണ്ടെന്നാണ് പറഞ്ഞത്. ആൻഡ് ദിസ് ഹ്യൂമൻ ബീങ് ഇസ് സ്റ്റിൽ മേക്കിംഗ് കാർസ്. ആൻഡ് ദിസ് ഇസ് എ ട്രൈ സൈക്കിൾ, വേൾഡിലെ ലാർജസ്റ്റ് ട്രൈ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഇതിന്. അങ്ങനെ ഒരു കാർ മ്യൂസിയം ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. ഭയങ്കര മെസ്മറൈസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഓരോ കുഞ്ഞു മോഡൽസ് തൊട്ട് കണ്ടോ, പുഷ്പക വിമാനം, ലോട്ടസ് പോണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല രീതിയിലുള്ള കാഴ്ചകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നിന്ന് നമ്മൾ നേരെ പോയത് ബിർള മന്ദിർ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ തൊഴാനായിട്ടാണ്. വെങ്കടാചലപതിയുടെ ഒരു ടെമ്പിളാണ്. നല്ല രസമല്ല, ഒരു മാർബിളിൽ ഉണ്ടാക്കിയൊരു ടെമ്പിൾ. അതിനകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു, സോ കൂടുതൽ വീഡിയോസൊന്നും ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബിർള മന്ദിറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ബിർള സയൻസ് മ്യൂസിയം കൂടെ കാണാൻ പോയിരുന്നു. ഹൈദരാബാദ് ട്രിപ്പിൽ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറയും കേട്ടോ ഞാൻ ഈ മ്യൂസിയം. ഇതിനകത്ത് പ്ലാനറ്റോറിയം, ഡൈനസോറിയം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സെയിം ഇതിനകത്ത് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ലുംബിനി പാർക്കിലാണ്. അവിടെ ഒരു ഫേമസ് ബുദ്ധ സ്റ്റാച്യു ഉണ്ട്, അത് കാണാനായിട്ടാണ് പോയത്. നല്ല രസമായിരുന്നു കേട്ടോ. സൺസെറ്റിന് തന്നെ നമുക്കവിടെ എത്താൻ പറ്റി. വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ബുദ്ധ സ്റ്റാച്യു ഉള്ളത്. അത് കഴിഞ്ഞ് ഈ കാണുന്നത് തെലങ്കാന സെക്രട്ടേറിയറ്റ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ആ പാർക്കിൽ ഒരു ലേസർ ഷോ ഉണ്ടായിരുന്നു. ആ ലേസർ ഷോയും കൂടി അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെ നൈറ്റ് വ്യൂ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് നമ്മൾ അന്ന് നേരെ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ്, ഡേ 4. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈവനിങ് ഫ്ലൈറ്റ് ആയത് കാരണം രാവിലെ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ട് കാണാനായിട്ട് പോയി. ഈ പറഞ്ഞ പോലെ തന്നെ ഹൈദരാബാദ് വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നായിരുന്നു ഗോൽക്കൊണ്ട ഫോർട്ടും. ഒത്തിരി കാണാനുണ്ട് കേട്ടോ. ഡയമണ്ട് മൈൻസൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫോർട്ടാണ്. ഈ ഫോർട്ടിലാണ് പണ്ട് കോഹിനൂർ ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. എത്ര തന്നെ ബ്യൂട്ടിഫുള്ളാണോ അത്ര തന്നെ നടന്ന് കയറാനുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിൽ എത്തുമ്പോൾ നമുക്ക് ഒരുവിധം ഹൈദരാബാദ് സിറ്റി ഫുള്ളും കാണാൻ പറ്റും. അപ്പോൾ ഹൈദരാബാദ് വീഡിയോസ് ഇവിടെ തീരുവാണ്. ഇനി നാളെ നാട്ടിലെത്തിയിട്ട് പുതിയൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തേക്ക് ബൈ.